വയനാട് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഇക്കോ ടൂറിസം പദ്ധതി തുറക്കാൻ വൈകരുത് എന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. മുണ്ടക്കൈ ചുരമല ദുരന്തത്തിന് മാസങ്ങൾക്ക് മുൻപ് അടച്ചിട്ട ജില്ലയിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ വെള്ളച്ചാട്ടം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ടൂറിസം കേന്ദ്രം അടച്ചിട്ടത്. ഒട്ടനവധി കുടുംബങ്ങളാണ് ഈ പദ്ധതിയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് വയനാട് കടന്നുപോകുന്നത്. ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കണമെന്ന ആവശ്യം ഉയരുമ്പോഴും അത് വേണ്ട വിധത്തിൽ പ്രായോഗികമാകുന്നില്ല. ഇതോടെ സഞ്ചാരികളുടെ ഒഴുക്കും ഈ ജില്ലയിലേക്ക് കുറഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ അടച്ചുപൂട്ടപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം. മാനന്തവാടി പാക്കത്ത് വനം വകുപ്പ് ജീവനക്കാരൻ പോളിനെ കാട്ടാന കൊലപ്പെടുത്തി. ഇതിനു പിന്നാലെ വന്യമൃഗ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ എന്ന പേരിൽ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ജില്ലയിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയത്. പ്രകൃതി സംരക്ഷണ പ്രവർത്തകരുടെ സംഘടന ഹൈക്കോടതി സമീപിച്ചതോടെ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിടൽ തുടർന്നു. ഇത് മറികടക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നാണ് പരാതി. ജില്ലയിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ ഉൾപ്പെട്ട സൂചിപ്പാറ വെള്ളച്ചാട്ടവും അടച്ചിട്ടവയിൽ ഉൾപ്പെടുന്നു. 8 മാസമായി ഇവിടുത്തുകാർക്ക് തൊഴിലില്ല. 40-ലേറെ വനസംരക്ഷണ സമിതി ജീവനക്കാർ, മേഖലയിലെ ടാക്സി ഡ്രൈവർമാർ, റിസോർട്ട് നടത്തിപ്പുകാർ, വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാം പ്രതിസന്ധിയിലാണ്. ഇതിനിടെയാണ് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ. ഇതോടെ ഈ മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. അടച്ചു കഴിഞ്ഞാൽ ഒരു 10 അല്ലെങ്കിൽ 15 ദിവസം കഴിയുമ്പോൾ തുറക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഇവിടെ ബിസിനസ്സുകാരെല്ലാവരും ഇതിനെ ആശ്രയിച്ച് പ്രത്യക്ഷമായിട്ട് 48 സ്റ്റാഫ് BSSൻ്റെ ഗൈഡ് ജോലി ചെയ്യുന്നുണ്ട്. കടകളുണ്ട്. പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഏകദേശം 200ഓളം കുടുംബങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള ഒരു ടൂറിസം സെൻ്ററാണ് ഈ ഭാഗം. 2019 ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയ്ക്ക് സമീപത്ത് സിപ്പ് ലൈൻ പ്രവർത്തിച്ചിരുന്നു. ഇതോടെ ഈ മേഖലയിൽ കടകളും സ്ഥാപനങ്ങളും സജീവമായിരുന്നു. ഇവിടേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്കുമുണ്ടായി. സാധാരണഗതിയിലേക്ക് ജീവിതം മാറുന്നതിനിടെയാണ് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ. നമ്മൾ ചെറിയ സ്ഥാപനം എന്ന് പറഞ്ഞാൽ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ 900 കണ്ടി, അതിന് പുറമെ വേറൊരു സിപ്പ് ലൈനും കാര്യങ്ങളുണ്ട്. ഇങ്ങോട്ടേക്കും 2-3 വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് നമുക്ക് ഈ ഭാഗത്തോട്ട് ഉരുൾപൊട്ടലിന് ശേഷം ബുദ്ധിമുട്ടാണ്. കാരണം അതിന് ശേഷം ടൂറിസ്റ്റുകളൊന്നും വയനാട്ടിലോട്ടും വരുന്നില്ല, ഈ ഭാഗത്തോട്ടും വരുന്നില്ല. നമ്മളിപ്പോൾ 2 മാസം കഴിഞ്ഞു, 60 ദിവസത്തിന് മേലെയായി. കേരളത്തിലെ മറ്റെല്ലാ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളും തുറന്ന് പ്രവർത്തിക്കുമ്പോഴാണ് വയനാടിന് മാത്രം ഈ ദുർഗതി. കൃഷി തകർന്ന് നടുവൊടിഞ്ഞവരാണ് വയനാട്ടുകാർ. പ്രധാന ആശ്രയം ടൂറിസമാണ്. സൂചിപ്പാറയടക്കം പൂട്ടിയിട്ടിരിക്കുന്ന ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ തുറന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടേണ്ടി വരുമെന്നാണ് ഈ മേഖലയെ ആശ്രയിച്ച് കഴിയുന്നവർ പറയുന്നത്. ടൂറിസമല്ലാതെ വയനാടിന്റെ ഉണർവിന് മറ്റ് വഴികളില്ല. അടഞ്ഞുകിടക്കുന്ന ടൂറിസം കേന്ദ്രങ്ങൾ തുറന്നുകൊടുക്കണം. അതിനുവേണ്ടിയുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് പറയാനുള്ളത് ഇക്കാര്യമാണ്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. റിപ്പോർട്ടിൽ സുർജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഒട്ടനവധി ആളുകളുടെ ഉപജീവന മാർഗമാണ്. പ്രതികരണങ്ങളിലേക്കാണ് ഇനി. മക്കളുടെ വിദ്യാഭ്യാസം, നമ്മളെ ലോണുകൾ, കാര്യങ്ങളെല്ലാം കൊണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവിടുത്തെ ഗൈഡാണ്. 8 മാസമായിട്ട് ആർക്കും തൊഴിലില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് പൈസ അതിൽ ഞങ്ങൾ ജീവിച്ചു കൊണ്ടുണ്ടായിരുന്നതാണ്. ഇപ്പം അതും ഇല്ലാതെയായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പ്രളയവും വന്ന്. അപ്പം ഞങ്ങളെ അവസ്ഥയൊന്നും ആർക്കും പറയാതെ ഇരിക്കുന്നതാണ് നല്ലത്. അവരവരെ വീട്ടിലേക്ക് വന്ന് കണ്ടാലും മനസ്സിലാവും എല്ലാവർക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് പൂട്ടിയിടും. അന്ന് തുറക്കുമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് കുറേ കാലം നീണ്ടു പോയപ്പോൾ ഇനി മുന്നോട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. ചായക്കട, അത് ഒരുപാട് പെട്ടിക്കടക്കാരുണ്ട്. അതുമായി അതിനെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾ, അവർ വരുമാനം മൊത്തത്തിൽ നിലച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഈ വില്ലേജിൽ ഞങ്ങൾ ഈ 9ാം വാർഡിനെ ഒരു ഇതിനും ഉൾപ്പെടുത്തിയിട്ടില്ല, ഒരു കാര്യത്തിനും. ഒരു അടിയന്തര സഹായം 10,000 രൂപ അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഒരു കുടുംബത്തിലെ ഒരാൾക്ക് 300 രൂപ വെച്ചിട്ട് 2 പേർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു, അതും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല. അന്ന് മുതൽ ഇന്നേ വരെ ഞങ്ങൾ എല്ലാവരും വീടുകളിൽ നിൽക്കുകയാണ്. നമ്മൾ കൂലിപ്പണിക്കാരാണ്. എന്നാലും ഇത് തുറന്നാലേ നമുക്കും ഉപജീവനമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ദുരിതത്തിലാണ് മൊത്തത്തിൽ. കുട്ടി കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തുകൊണ്ട് കൊണ്ട് ചാർജ് ചെയ്യണത്, അതൊന്നും ക്യാമ്പ് പോയാൽ നടക്കില്ല. ഇപ്പോൾ കുട്ടീൻ്റെ മെഷീൻ വരെ കംപ്ലൈൻ്റ് ആയിട്ട് മാറ്റാൻ വരെ 10 പൈസ കയ്യില്ല. സർക്കാരാണ് നമുക്ക് ഒരു ആനുകൂല്യങ്ങളും തരുന്നില്ല.
അപ്പോൾ ഇക്കോ ടൂറിസം കേന്ദ്രം തുറക്കണം, അതുവഴി അവരുടെ ഉപജീവന മാർഗം അത് തുറന്നു നൽകണം എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. ചില പ്രതികരണങ്ങളിലേക്ക് കൂടി നിതീഷ് കുമാർ പറയുന്നുണ്ട്. മുടവൻമുകൾ വാർഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇടപെട്ടുകൂടെ 24 എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ബ്യൂറോ ഓഫീസിൽ സമീപിച്ചാൽ മതി, അവർ എത്തി അതുമായി ബന്ധപ്പെട്ട വാർത്ത ചെയ്യും. ശ്യാം ശശി ടൂറിസം കേന്ദ്രങ്ങളിലെ വൃത്തിഹീനമായ അവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ അബ്ദുൽ ഹമീദ് മൂന്നാറിൽ അവിടെ ഇത്തരത്തിൽ വൃത്തിഹീനമായ സാഹചര്യമുണ്ട്, പബ്ലിക് ടോയ്ലറ്റുകളൊക്കെ ഇല്ലാത്ത സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞ ആ വിഷയത്തിൽ ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. വിശ്വനാഥൻ KP പറയുന്നത് തൃശൂർ ഗുരുവായൂർ റോഡ് എന്ന് നന്നാകും എന്നുള്ളതാണ്. റോഡിന്റെ ശോചനീയാവസ്ഥയാണ് അദ്ദേഹവും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്.